നമസ്കാരം. മനുഷ്യ മനസ്സിലെ നിഗൂഢതകളിലേക്കുള്ള യാത്ര വിസ്മയങ്ങൾ നിറഞ്ഞതാണ്. ചിന്തകൾക്കും ഭാവനകൾക്കുമപ്പുറം പലതും മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ മനസ്സിൽ ചിന്തകൾ രൂപപ്പെടുത്തുന്നതിൽ പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാഴ്ച, കേൾവി, രുചി, ഗന്ധം, സ്പർശനം ഇവയ്ക്കനുസരിച്ച് മനസ്സിലെ സ്ക്രിപ്റ്റുകൾ പ്രതികരിക്കുമ്പോഴാണ് പുറം ലോകത്തെ നമ്മുടെ അകം ലോകം സ്വാധീനിക്കുന്നത്. ഉപബോധ മനസ്സിലെ സ്ക്രിപ്റ്റുകൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ളിൽ പ്രവേശിക്കുന്ന ആവേഗങ്ങളോട് പ്രതികരിക്കുന്നു. ഓരോ ആവേഗങ്ങളും മനസ്സിൽ പോസിറ്റീവോ നെഗറ്റീവോ ആയ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പുറം ലോകത്തിൽ മാറ്റം ഉണ്ടാക്കിയാൽ മനസ്സിലെ ചിന്തകളിൽ ഗണ്യമായ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കും. പുറം ലോകത്ത് എങ്ങനെ മാറ്റം ഉണ്ടാക്കാം എന്ന് നോക്കാം. കാഴ്ച. താമസിക്കുന്ന ഇടം വൃത്തിയായി സൂക്ഷിക്കുകയാണ് ആദ്യം വേണ്ടത്. ദിവസവും റൂം ക്ലീൻ ചെയ്യുക, മാറാലകൾ നീക്കുക, ചുമരുകളിൽ നല്ല ഫോട്ടോകൾ സ്ഥാപിക്കുക, വീടിന് ചുറ്റും നല്ല പൂച്ചെടികൾ വെച്ചുപിടിക്കുക ഒക്കെയാവാം. കേൾവി. സംഗീതം ഔഷധം കൂടിയാണ്. ഇഷ്ടമുള്ള സംഗീതം കേൾക്കുന്നത് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകും. ഉപകരണ സംഗീതവും നല്ല ഗാനങ്ങളും എപ്പോഴും വീട്ടിൽ നേർത്ത ശബ്ദത്തിൽ കേൾപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ദിവസേന പല പ്രാവശ്യം പോസിറ്റീവ് അഫിർമേഷൻ കേൾക്കുന്നതും നല്ല ഗുണം ചെയ്യും. പറയുന്ന വാക്കുകൾ നെഗറ്റീവ് ആവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ദിവസവും കൂടെയുള്ളവരെ അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുക. ഗന്ധം. പരിസര ശുചിത്വം മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ അത് നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുന്നത് പരിസരം സുഗന്ധമയമാക്കാൻ സഹായിക്കും. ഇത് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകും. രുചി. ഭക്ഷണത്തിൻ്റെ സ്വാദ് ഉണ്ടാക്കാൻ പ്രകൃതിദത്തമായ വിഭവങ്ങൾ മാത്രം ഉപയോഗിക്കുക. ദിവസവും 1 ടീസ്പൂൺ ശുദ്ധമായ തേൻ കഴിക്കുന്നത് ശരീരത്തിനെന്ന പോലെ മനസ്സിന് വളരെ സന്തോഷം നൽകും. സ്പർശനം. മനുഷ്യ മനസ്സിനെ സ്പർശനം ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സ്പർശനം മനുഷ്യൻ്റെ ഹൃദയബന്ധങ്ങൾ ശക്തമാക്കുന്നു. ഇങ്ങനെ പുറം ലോകത്തിലുണ്ടാകുന്ന മാറ്റം മനുഷ്യൻ്റെ അകം ലോകത്ത് ഗണ്യമായ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കും. അതോടൊപ്പം ചിന്തകളിലെ മാറ്റവും കൂടിയാകുമ്പോൾ പോസിറ്റീവായി ജീവിക്കാനുള്ള ഒരു ശക്തി സ്വയം ലഭിക്കുന്നു. നന്ദി.